നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് ഇന്ന് ലാഭമെടുപ്പിൻ്റെ ധൃതിയിലായിരുന്നു. ഇന്നലെ അതിശക്തമായി മുന്നേറിയ മാർക്കറ്റ് ഇന്ന് ലാഭമെടുപ്പിന് തുനിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു 1.5% ഇന്ന് താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,578 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇന്നലെ 4% മാർക്കറ്റ് ഉയർന്നത്. അതിശക്തമായ മുന്നേറ്റമുണ്ടായി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് അയവ് വന്നതും ട്രംപിൻ്റെ താരിഫ് യുദ്ധം ഏകദേശം അവസാനിക്കുന്ന രീതിയിലേക്ക് താണു വന്നതും മാർക്കറ്റിന് തുണയായി. ട്രംപ് മുൻപ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം പുറകോട്ട് പോവുകയാണ്. ട്രംപിൻ്റെ ശരിക്കുമുള്ള മാർക്കറ്റ് ഇടിയുകയാണ്. 145% വരെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്കെതിരെയുള്ള താരിഫ് 30% കൊണ്ടുവരാമെന്ന് ട്രംപ് സമ്മതിച്ചിരിക്കുന്നു. ചൈന അതുപോലെ അമേരിക്കക്കാർക്കുള്ള ടാരിഫ് പഴയ രീതിയിലേക്ക് 10% കൊണ്ടുവരാമെന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അവർ ഒരു 90 ദിവസത്തെ ഇടവേളയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ ചർച്ചകളൊക്കെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ട്രംപിന് തിരിച്ച് പഴയ രീതിയിലേക്ക് വരേണ്ടി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വരേണ്ടി വരുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. മാർക്കറ്റ് ഇതെല്ലാം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അമേരിക്കയിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരു മാന്ദ്യത്തിൻ്റെ സൂചന നൽകിയിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ ശ്രമം നടത്താൻ ഇപ്പോൾ സാധിക്കുമെന്നാണ് പറയുന്നത്, ഈ ട്രംപിൻ്റെ താരിഫ് പിന്മാറ്റത്തിലൂടെ. അതെന്തായാലും അമേരിക്കൻ മാർക്കറ്റിന് ഉത്തേജകമായിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് ഇന്നലെ പ്രതികരിച്ചത്. ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് ഇത് രണ്ട് ന്യൂസുകളും വളരെ പോസിറ്റീവായി. അതുകൊണ്ട് അതിശക്തമായി മുന്നേറി. ഏകദേശം 4%-ഓളമാണ് മുന്നേറ്റം ഉണ്ടായത്. 24,800 ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതൊക്കെ കടന്ന് 24,900 കടന്നുപോയി എന്നുള്ളതാണ് വ്യത്യാസം. അത്രമാത്രം ശക്തമായ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. ഇന്ന് ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റുകൾ അല്പം മൈനസിലാണ്. അവിടുത്തെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിട്ടുണ്ട്. അതത്ര മോശമല്ല. ഇൻഫ്ലേഷൻ ഡേറ്റ താഴുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇൻഫ്ലേഷൻ 2.3 വന്നു. 2.4 കഴിഞ്ഞ മാർച്ചിൽ. ഏപ്രിൽ 2.3 വന്നിട്ടുണ്ട് എന്നുള്ളത് നല്ല വാർത്ത തന്നെയാണ്. അതെന്തുമാകട്ടെ, ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് 2 മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളാണ്. നിങ്ങൾക്ക് ഒരു 25 വർഷത്തേക്ക് ഒരു ക്ഷമയോടെ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, SIP തുടരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, കോടീശ്വരന്മാരായി തീരാൻ വലിയ വിഷമമൊന്നുമില്ലാത്ത 2 ഫണ്ടുകളാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന 2 ഫണ്ടുകളെ കുറിച്ചാണ് പറയുന്നത്. ഒരു 5,000 രൂപയെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ 20-25 വർഷം കൊണ്ട് നിങ്ങളുടേത് 1 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ടാകും. അതൊരു 10,000 രൂപയൊക്കെ നിക്ഷേപിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഒരു 18 വർഷത്തെ കാലാവധി കൊണ്ട് നിങ്ങൾക്കൊരു കോടീശ്വരനായി തീരാൻ പറ്റും. ഇപ്പോഴത്തെ ഈ ഫണ്ടുകളുടെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടാണ് കേട്ടോ ഈ പറയുന്നത്. അത്രയൊന്നും പ്രവർത്തനം ഉണ്ടായിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല അടുത്ത കാലത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതിനും മ്യൂച്വൽ ഫണ്ടിനും ഒരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് മാർക്കറ്റുമായിട്ടുള്ള ഇതിൽ ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഏത് കമ്പനിയുടെ ഷെയറുകളാണോ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയിരിക്കുന്നത് അവയുടെ പെർഫോമൻസ് തന്നെയാണല്ലോ തീർച്ചയായിട്ടും അവയെ ബാധിക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾക്ക് റിസ്ക് ഉണ്ട്. പഴയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ പെർഫോമൻസ് ഇനിയുള്ള 10 വർഷത്തേക്ക് ആയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും പെർഫോമൻസ് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല അടുത്ത 10 വർഷം.
മാറ്റങ്ങൾ ഒരുപാടുണ്ടാവും. ചിലപ്പോൾ അതിൽ കൂടിയ റിട്ടേൺ തരാൻ ചില ഫണ്ടുകൾക്കെങ്കിലും കഴിഞ്ഞെന്നിരിക്കും. അത് ഓരോ ഫണ്ട് അനുസരിച്ചും ഓരോ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചും ഒക്കെ ചേഞ്ച് ചെയ്യും. എങ്കിലും നിങ്ങൾ ഒരു നിക്ഷേപത്തിന് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, അതായത് ക്ഷമയോടെ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു SIP-യിലൂടെ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഒരു 25 വർഷത്തേക്ക് നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ LIC ഒക്കെ അടയ്ക്കുന്നത് 25 വർഷവും 30 വർഷവും ഒക്കെ അടച്ചു പോകും, ഇല്ലേ? ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മൾ അടയ്ക്കും. അതൊരു റിസ്ക് കവർ ചെയ്യുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഒന്നും നമ്മൾക്ക് മണി മാറ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ മണിയിൽ ഇട്ട് നിക്ഷേപിച്ച് നേടുന്ന ഇതിനെ സംബന്ധിച്ച് അതുമായിട്ട് താരതമ്യം ചെയ്യാനാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും നമ്മളൊരു 25 വർഷത്തോടെ ക്ഷമയോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം ഫണ്ടുകൾ വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഗുണം എന്ത്? ഇപ്പോൾ 25 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ്. 25 വർഷം ഇനി എന്തിനാ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം, നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ചിലവാക്കാം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടി അല്ല കേട്ടോ. 25 വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ സമ്പാദിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് റിട്ടയർമെൻ്റ് ഒക്കെ കഴിയുമ്പോൾ കിട്ടുന്ന ആകുന്ന ഒരവസ്ഥയുണ്ട്. റിട്ടയർമെൻ്റ് ആയി കഴിയുമ്പോൾ അതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം ഏത് രീതിയിലാക്കണമെന്നും അതിന് നിങ്ങളുടെ റൊട്ടീനുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ രീതികളിലോ മാറ്റം വരുത്താതെ അതേ രീതിയിൽ തുടരുന്നതിനൊക്കെ സഹായിക്കാനും ഒക്കെ ഇതുപോലുള്ള ഫണ്ടുകൾ സഹായിക്കും. ഏറ്റവും പ്രധാനം നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്നുള്ളതാണ്. ഒരു 25 വർഷം കഴിഞ്ഞ് നിങ്ങൾ റിട്ടയറൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 1 കോടിയോ 1.5 കോടിയോ ഒക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് അതിശയകരമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ നേരിടുന്നതിന് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫ് ആസ്വദിക്കുന്നതിന് നിങ്ങൾക്കുണ്ടാകുന്ന കോൺഫിഡൻസ് അത് തീർച്ചയായിട്ടും നിങ്ങൾ കണക്കിലെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേകത. അതിനു വേണ്ടിയാണ് ഈ SIP ഒക്കെ തുടങ്ങേണ്ടതെന്നാണ് ഞാൻ പറയുകയുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ട് ഫണ്ടുകളെ കുറിച്ചൊന്ന് ആലോചിക്കാം. അതിൻ്റെ റിട്ടേണുകളുടെയൊക്കെ ഇത് പറയുന്നത് എല്ലാം കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഇത് ബേസിലാണ് കേട്ടോ, ഡേറ്റാസിൻ്റെ ബേസിൽ മാത്രമാണ് എന്ന് കരുതിയിട്ട് അടുത്ത 10 വർഷം അതുപോലെ ആവും അല്ലെങ്കിൽ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയൊന്നും ചെയ്യരുത്. അതുപോലെ ആകാം, ചിലപ്പോൾ അതിൽ മെച്ചപ്പെടാം, അതിലും താഴോട്ട് പോകാം. അതാണ് ഇതിൻ്റെ ഒക്കെ പ്രത്യേകത. മ്യൂച്വൽ ഫണ്ടുകൾ എപ്പോഴും റിസ്ക്കുള്ള സംഭവം തന്നെയാണ്. പക്ഷെ അതിന് സ്റ്റോക്കിന് നിങ്ങളൊരു സ്പെസിഫിക് സ്റ്റോക്ക് വാങ്ങുന്നത് പോലെ അത്രമാത്രം റിസ്ക് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആദ്യം നോക്കാം. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഗ്രോത്ത് റെഗുലറാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരാഗ് പരീഖിൻ്റെ ഇതിൻ്റെ അകത്ത് ഈ ഫണ്ട് ഹൗസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് കാലഘട്ടമൊന്നും ആകാത്ത ഒരു ഫണ്ട് ഹൗസാണ്, പുതിയ ഫണ്ട് ഹൗസാണ്. 2013 തൊട്ടാണ് ഇതിൻ്റെ ഇത്തരം മ്യൂച്വൽ ഫണ്ടുകളൊക്കെ അധികവും വന്നു തുടങ്ങിയത്. അവരുടെ ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ട്, പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ് ഫണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഒന്ന് ശ്രദ്ധിക്കാൻ കാരണം. അത് നല്ല റിട്ടേണുകൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു രീതി ഒന്ന് നോക്കാം. ഇതിൻ്റെ ഇപ്പോഴത്തെ NAV എന്ന് പറയുന്നത് 82.2578 രൂപയാണ് ഒരു യൂണിറ്റിൻ്റെ വില. NAV 82.25. ഫണ്ട് സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അത് കൈകാര്യം ചെയ്യുന്ന തുക അല്ലെങ്കിൽ എമൗണ്ട് എന്ന് പറഞ്ഞത് 98,541.28 കോടി രൂപയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതിന് ക്രിസിലിൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ ഉണ്ട്, 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. 66.23% എമൗണ്ട് അവർ നമ്മളുടെ ഡൊമസ്റ്റിക് ഇക്വിറ്റീസിലാണ്, അതായത് ഷെയറുകളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൽ 50.47% ലാർജ് ക്യാപ് ഫണ്ടിലും 2.52% മിഡ് ക്യാപ് ഫണ്ടിലും 3.16% സ്മാൾ ക്യാപ് ഫണ്ടിലുമാണ് നിക്ഷേപിച്ചിട്ടുള്ളത്.
10.43% അവർ ഡെപ്റ്റ് ഫണ്ടുകളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അതിൽ തന്നെ 9.69% വെരി ലോ റിസ്ക് സെക്യൂരിറ്റീസിലാണ്, എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഫണ്ടാണ് 98,541 കോടി രൂപയോളമാണ് അതിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. ഈ സ്കീമിൻ്റെ റിട്ടേൺ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ 13 വർഷം ആയിട്ട് 15 വർഷത്തെ ഇതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 15.68% റിട്ടേൺ നൽകുന്നുണ്ട് ഈ സ്കീം. അതേസമയം അതേ തരത്തിലുള്ള ഫണ്ടുകളുടെ ആവറേജ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 9.77 ഉള്ളൂ. ഇതപ്പോൾ 15.68% റിട്ടേൺ തരുന്നുണ്ട്. അതായത് 24/5/13 ഇത് ഓപ്പൺ ആയത്. അപ്പോൾ അന്നൊരു 10,000 രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് 79,807 രൂപയായിട്ടുണ്ട്. ഇപ്പോൾ 698% റിട്ടേൺ ആണ് അത് നൽകിയിരിക്കുന്നത്. ആവറേജ് റിട്ടേൺ, ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ 18.95% റിട്ടേൺ അവർ നൽകി. അപ്പോൾ നമ്മൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 10,000 രൂപ ഇട്ട് തുടങ്ങി അന്ന് ഇട്ടിട്ടുള്ള ഒരാൾക്ക് 79,807 രൂപയാണ് ഇപ്പോൾ അതിലുള്ളത്. 18.95% ആനുവൽ റിട്ടേൺ നൽകി. ഇപ്പോൾ ഒരു 12 വർഷത്തെയാണ് ഈ പറയുന്നത് അവസ്ഥ. 698% വർധനമുണ്ടായി. അതൊരു SIP ആണെങ്കിലോ, SIP 1000 രൂപ വെച്ച് 10 വർഷത്തെ SIP ആണെന്ന് വെച്ചോ, ഇപ്പോൾ തുടങ്ങി പിന്നെ അത് ചേർന്ന ഒരു SIP 1000 രൂപ വെച്ച് അടച്ച് 1,20,000 രൂപ അടച്ച് 10 വർഷമാകുമ്പോൾ ആ 10 വർഷത്തെ 1,20,000 രൂപ എന്ന് പറഞ്ഞാൽ 3,30,045 രൂപയായി മാറിയിട്ടുണ്ടാവും ഇപ്പോൾ. അതായത് 175.4% റിട്ടേൺ ആണ് വന്നിട്ടുള്ളത്. ആനുവൽ റിട്ടേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് 19.24% റിട്ടേൺ ഉണ്ടായിട്ടുള്ളത് 10 വർഷത്തേക്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 10 വർഷത്തേക്ക് ഇത്രയും റിട്ടേൺ ഉണ്ടായി, അടുത്ത വർഷങ്ങളിൽ അത് അങ്ങനെ ആയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല കേട്ടോ. പക്ഷേ 10 വർഷത്തേക്ക് കിടന്ന ആ ഫണ്ട് ഒരു 20 വർഷത്തേക്ക് 10 വർഷം കൂടി അങ്ങനെ തുടരുന്നു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റിട്ടേൺ ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാകുന്നത്. അതായത് ഇപ്പോഴുള്ള ഈ 10 വർഷത്തെ റിട്ടേണുകൾ കൂടാതെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ക് കൂട്ടുന്നതിനപ്പുറമായിരിക്കും. ഈ കിടന്ന ഫണ്ടിൻ്റെയും ഈ വരുന്ന 10 വർഷത്തേക്കുള്ള ഫണ്ടിൻ്റെയും ഒക്കെ കൂടിയ റിട്ടേണുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പണം ഇരട്ടിക്കല്ല 4-5 ഇരട്ടി വീതമാകുന്നത് എത്ര പെട്ടെന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അത് 10 വർഷത്തിനുള്ള ശേഷമാണ് യഥാർത്ഥത്തിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ SIPകളുടെ ശക്തി നമ്മൾക്ക് തിരിച്ചറിയാനാവുക. അപ്പോഴാണ് അതിൻ്റെ വർധനവിൻ്റെ വേഗം കൂടുന്നത്, അല്ലെങ്കിൽ ശക്തി കൂടുന്നത്. ആ രീതിയിൽ നമ്മളത് നോക്കണം. 20 വർഷം കഴിഞ്ഞ് 5 വർഷം കൊണ്ട് ചിലപ്പോൾ ഈ 15 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ റിട്ടേണൊക്കെ 5 വർഷം കൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് ഉണ്ടായിരുന്നിരിക്കും, അതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങനെ പോകുമ്പോൾ. അതുകൊണ്ടാണ് ആ ഇരട്ടിക്കുകയോ അതിനെ ഇരട്ടിക്കുകയോ അത് വീണ്ടും ഇരട്ടിക്കുകയോ ഒക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്ലൈയിങ് തത്വമാണ് ഈ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ക്ഷമയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളിപ്പോൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ക്യാഷ് എടുക്കണം എന്നൊക്കെ ഉള്ളപ്പോഴാണ് ഇതൊരു പ്രശ്നമായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോടീശ്വരനാക്കുന്നതിന് ഈ ചെറിയൊരു നിക്ഷേപം പോലും മതിയാവുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഫണ്ടാണ് നിപ്പൺ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട്. അത് ഞാൻ പല പ്രാവശ്യം ഈ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടാണ്. കാരണം ഞാൻ അതിലൊക്കെ കുറച്ച് നിക്ഷേപിച്ചിട്ടുള്ള ആളായിരുന്നു. അത് നല്ല രീതിയിലുള്ള റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ആ റിട്ടേണുകൾ നമ്മളുടെ കണക്കിലൊന്നും പെടാതെ കൂടിയ റിട്ടേണുകൾ തന്ന ഒരു ഫണ്ടാണത്. അതുകൊണ്ട് തന്നെ ഞാനതിനെ ശ്രദ്ധിക്കാനും കാരണം. പക്ഷേ ഇത് നിപ്പൺ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ പുതിയ ഫണ്ടുകളാണ്. ഇതിനു മുമ്പ് അത് റിലയൻസ് ക്യാപിറ്റലിൻ്റെ റിലയൻസ് സ്മാൾ ക്യാപ് ഫണ്ട് എന്നായിരുന്നു. റിലയൻസ് ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടാണ്. അവർ റിലയൻസ് ക്യാപിറ്റൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരെ നിപ്പൺ ഇന്ത്യ വാങ്ങിയതാണ്. അതാണ് ഈ ഫണ്ടുകളുടെ ഒരു പഴയകാലം പറഞ്ഞതാണ്. അപ്പോൾ നിപ്പൺ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട്
ഗ്രോത്ത് റെഗുലറിൻ്റേത് NAV എന്ന് പറഞ്ഞാൽ 157.3824 ഇപ്പോൾ ഉള്ള NAV ഒരു യൂണിറ്റിൻ്റെ വില. അത് കൈകാര്യം ചെയ്യുന്ന അസറ്റ് എന്ന് പറയുന്നത് 58,028.59 കോടി രൂപയാണ്. 94.63% ഡൊമസ്റ്റിക് ഇക്വിറ്റീസിൽ അവർ നിക്ഷേപിച്ചിരിക്കുന്നു. അതിൽ 8.16% ലാർജ് ക്യാപ്പിലും 12.15% മിഡ് ക്യാപ്പിലും 44.88% സ്മാൾ ക്യാപ്പിലുമാണ് അവർ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ പോർട്ട്ഫോളിയോ എല്ലാം നമുക്ക് അവരുടെ സൈറ്റിലൊക്കെ ചെന്ന് കാണാം കേട്ടോ. പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷെയറുകൾ ഏതൊക്കെയാണെന്നും ഒക്കെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ്. ഞാനതിൻ്റെ സമയം കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കുന്നവർ അതൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. 2010 ഈ ഫണ്ട് തുടങ്ങിയെന്ന് വെച്ചാൽ 16 സെപ്റ്റംബർ 2010 10,000 രൂപ നിക്ഷേപിച്ച ഒരാൾക്ക് ഇന്നത് 1,57,382 രൂപയുണ്ട്. 2010 നിക്ഷേപിച്ചെന്ന് പറഞ്ഞപ്പോൾ ഒരു 15 വർഷമായിട്ടുള്ളൂ. 15 വർഷം കൊണ്ട് 10,000 രൂപ എന്ന് പറയുന്നത് 1,57,382 രൂപയായി. അതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 1473% റിട്ടേണാണ് അത് കിട്ടിയിരിക്കുന്നത്. ആനുവൽ റിട്ടേൺ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 20.68% റിട്ടേൺ ആനുവലൈസ്ഡ് റിട്ടേൺ തന്നപ്പോഴാണ് ഈ 10,000 രൂപ 1,57,382 രൂപയായത്. അതുപോലെ തന്നെ SIP ആണെങ്കിൽ ഒരു 10 വർഷത്തെ ഈ 15 കൂട്ടനുള്ള 10 വർഷത്തെ കാലാവധി എന്ന് പറഞ്ഞാൽ 1,20,000 രൂപ 10 വർഷം കൊണ്ട് നിങ്ങൾ അടച്ചു കഴിയുമ്പോൾ അത് 3,99,260 രൂപയാണുള്ളത്. അപ്പോഴതിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 232%. ആനുവൽ റിട്ടേൺ വെച്ച് കണക്ക് കൂട്ടി അത് 22.73% ഉണ്ട്. അതാണ് നിപ്പൺ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ടിൻ്റെ അവസ്ഥ. നിപ്പൺ ഇന്ത്യ സ്മാൾ ക്യാപ് ഫണ്ട് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു ഫണ്ടാണ്. ഇപ്പോഴത് ഈ കഴിഞ്ഞ 5-6 മാസത്തോളം അത് മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നിഫ്റ്റിയുടെ റിട്ടേണിന് പോലും എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ കാലത്തും ഇതുപോലെയൊന്നും ആവുകയില്ല. പക്ഷെ സ്മാൾ ക്യാപ് ഫണ്ടുകൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്മാൾ ക്യാപ്പിൽ ഉണ്ടാകുന്ന ഭയങ്കരമായ മാറ്റങ്ങൾ അതേ പെട്ടെന്ന് സ്വാധീനിക്കും. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞു വന്നപ്പോൾ സ്മാൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ ഇന്ന് പ്ലസ് ആയിരുന്നു. നിഫ്റ്റി സ്മാൾ ക്യാപ്പ് ഇൻഡെക്സും നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഇന്ന് പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതിൽ വലിയ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത് ഇത്തരം ഷെയറുകളിലായിരിക്കും. അതിനനുസരിച്ച് തന്നെയായിരിക്കും ഇതിൻ്റെ പ്രകടനം, ഈ ഫണ്ടിൻ്റെ പ്രകടനവും. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ശക്തമായ മുന്നേറ്റം സ്മാൾ ക്യാപ്പുകളിൽ ഉണ്ടായതുകൊണ്ടാണ് നിപ്പൺ ഇന്ത്യ സ്മാൾ ക്യാപ്പിന് 1473% റിട്ടേണൊക്കെ നൽകാൻ പറ്റിയിട്ടുള്ളത്. അത് 2020 ശേഷമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഈ റിട്ടേണുകൾ വളരെ വലിയ റിട്ടേണുകളായി മാറിയത്. അപ്പോൾ ഈ ഫണ്ടുകൾ വാങ്ങുമ്പോൾ അടുത്ത 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഇതുപോലെ പ്രകടനമായിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നിങ്ങളതിൻ്റെ പോർട്ട്ഫോളിയോയ്ക്ക് ഒന്ന് കാണുക, എന്നിട്ട് തീരുമാനിക്കുക നിങ്ങൾക്കതിൽ നിക്ഷേപിക്കണോ എന്ന്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ഷമയോടെ തുടരാനും നിങ്ങൾക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിക്ഷേപിച്ച് തുടങ്ങേണ്ട കാര്യമുള്ളൂ. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നിങ്ങൾക്ക് എടുക്കാനുള്ളവരാണെങ്കിൽ ഇതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് പോലും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രം തീരുമാനിക്കുക ഈ 2 ഫണ്ടുകൾ നിങ്ങൾക്ക് പറ്റിയതാണോ എന്ന്. ഓക്കെ, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾ എന്നെ ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഈ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അത് ഞാൻ നൽകുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു, നന്ദി എല്ലാവർക്കും.